ഓഗസ്റ്റ് 19, 20-ാം ആഴ്ചയിലെ ബുധനാഴ്ച. മത്തായി 20:1-16 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ മുന്തിരിത്തോട്ടത്തിലെ തൊഴിലാളികളുടെ ഉപമയാണ് ഉള്ളത്. ദൈവകൃപയുടെ ഔദാര്യത്തെ വ്യക്തമായി ചിത്രീകരിക്കുകയും നീതിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു ഉപമയാണിത്. ഇതിൽ ഒരു ഭൂവുടമ ദിവസം മുഴുവൻ തൊഴിലാളികളെ നിയമിക്കുന്നു. ചിലർ അതിരാവിലെ, മറ്റുള്ളവർ ഉച്ചയ്ക്ക്, ചിലർ ഉച്ച കഴിഞ്ഞു പോലും. എന്നിരുന്നാലും ദിവസാവസാനം അവൻ ഓരോരുത്തർക്കും ഒരേ കൂലി നൽകുന്നു. ഇത് ആദ്യം വന്ന തൊഴിലാളികൾ പ്രത്യക്ഷമായ അനീതിയെക്കുറിച്ച് പിറുപിറുക്കാനിടയാക്കുന്നു. ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളല്ലെന്നും അവൻ്റെ കൃപ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണെന്നും ഈ ഉപമ ആഴത്തിലുള്ള ഓർമ്മപ്പെടുത്തലാണ്. ആദ്യകാല തൊഴിലാളികൾ ദിവസത്തിലെ അധ്വാനത്തിൻ്റെ ഭാരം വഹിച്ചതിനാൽ അവർക്ക് കൂടുതൽ വേതനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ഭൂവുടമ പ്രതിഫലം ചെയ്ത ജോലിയുടെ അളവിനെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് അവൻ്റെ ഔദാര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു. എനിക്കുള്ളതിൽ നിന്ന് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ എനിക്ക് അനുവാദമില്ലേ? അതോ എൻ്റെ ഔദാര്യത്തിൽ നിങ്ങൾക്ക് അസൂയ തോന്നുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കാൻ യേശു ഈ കഥ ഉപയോഗിക്കുന്നു. അവിടെ യോഗ്യതയല്ല, കൃപയാണ് പ്രധാനം. വൈകി നിയമിക്കപ്പെട്ട തൊഴിലാളികൾ അവരുടെ മുഴുവൻ ദിവസത്തെ വേതനവും അവരുടെ പരിശ്രമത്താൽ നേടിയില്ല. പക്ഷേ അവർക്കത് ലഭിച്ചത് ഭൂവുടമയുടെ ദയ കൊണ്ടാണ്. അതുപോലെ ദൈവരാജ്യത്തിൽ നമ്മുടെ പ്രവൃത്തികളാലോ പദവിയാലോ നാം രക്ഷ നേടുന്നില്ല, മറിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ കൃപയുടെ ദാനമായി അത് സ്വീകരിക്കുന്നു. മറ്റുള്ളവരുമായി നമ്മെ തന്നെ താരതമ്യം ചെയ്യാനുള്ള നമ്മുടെ മാനുഷിക പ്രവണതയെയും ഈ ഉപമ വെല്ലുവിളിക്കുന്നു. ദൈവത്തെ കൂടുതൽ കാലം അല്ലെങ്കിൽ കൂടുതൽ ഉത്സാഹത്തോടെ സേവിച്ചാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നുവെന്ന് ചിന്തിക്കാൻ നാം പ്രലോഭിപ്പിക്കപ്പെട്ടേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ കൃപ മനുഷ്യനീതിയുടെ ഒരു വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നില്ല. അത് അവൻ്റെ അതിരറ്റ സ്നേഹത്തിലും കാരുണ്യത്തിലും പ്രവർത്തിക്കുന്നു. ദൈവരാജ്യത്തിൽ അവസാനത്തേത് ഒന്നാമതും ആദ്യത്തേത് അവസാനത്തേതുമായി ഇരിക്കുമെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ ഔദാര്യത്തിൽ സന്തോഷിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരുമായി നമ്മെ തന്നെ താരതമ്യം ചെയ്യുന്നതിനോ അവൻ്റെ നീതിയെ ചോദ്യം ചെയ്യുന്നതിനോ പകരം അവൻ്റെ നന്മയിൽ ആശ്രയിക്കാനും എപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ വന്നാലും അവൻ്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും അവൻ ഒരേ സമൃദ്ധമായ കൃപ വാഗ്ദാനം ചെയ്യുന്നു എന്ന വസ്തുത ആഘോഷിക്കാനും നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.